ചേട്ടാ നമസ്കാരം. നമസ്കാരം. കഴിഞ്ഞ ദിവസം രാത്രി ഒരു സുപ്രധാനമായിട്ടുള്ള യോഗം നടന്നിരുന്നു. ആ യോഗത്തിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിട്ടുള്ള നരേന്ദ്രമോദി സേനയ്ക്ക് ഫ്രീ ഹാൻഡ് കൊടുത്തു എന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. ഈ സേനയ്ക്ക് ഫ്രീ ഹാൻഡ് കൊടുത്തു എന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നതിന് പിന്നാലെ പാകിസ്ഥാന്റെ വാർത്താവിനിമയ മന്ത്രാലയത്തിലെ മന്ത്രി രായ്ക്ക് രാമായണം മുണ്ടും തുണിയില്ലാതെ ഓടി വന്ന് രാത്രി 1:30 വാർത്താ സമ്മേളനം വിളിച്ചു. വാർത്താ സമ്മേളനം വിളിച്ചിട്ട് ലോകത്തോട് പറയും, ഇതാ ഇന്ത്യ നമ്മളെ ആക്രമിക്കാൻ പോവുകയാണ്, ഇന്ത്യ തിരിച്ചടിക്കാൻ പോവുകയാണ്, 24 മണിക്കൂറിനകം തിരിച്ചടി ഉണ്ടാകും, 36 മണിക്കൂറിനകം തിരിച്ചടി ഉണ്ടാകുമെന്ന് പറഞ്ഞ പിച്ചുമ്പയൊക്കെ പറഞ്ഞു തുടങ്ങിയിരുന്നു. അങ്ങനെ പല റിപ്പോർട്ടുകളും പുറത്തു വന്നു. അത് കഴിഞ്ഞ് പാകിസ്ഥാൻ അതിർത്തികളിലേക്ക് സേനാവിന്യാസം ശക്തമാക്കിക്കൊണ്ടിരിക്കുന്നു. BLA ബലൂചിസ്ഥാൻ ആർമി കഴിഞ്ഞ രാത്രി തന്നെ 40 പാക് പട്ടാളക്കാരെ വധിച്ചു എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകൾ, അത് അനൌദ്യോഗികമായിട്ടുള്ള റിപ്പോർട്ടുകളാണെങ്കിലും പുറത്തു വരുന്നുണ്ട്, 40 പേരെ. അതുകൊണ്ട് തന്നെ ഈ BLA-യിലുള്ള ആർമിയെയും ഖൈബർ പഖ്തൂൺഖ്വ മേഖലയിലുള്ള സകല പാകിസ്ഥാൻ പട്ടാളക്കാരെയും എടുത്ത് പാകിസ്ഥാൻ ഇപ്പോൾ അതിർത്തിയിൽ വിന്യസിക്കുന്നു എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വന്നത്. ഇതിനിടയിൽ ഈ പാകിസ്ഥാന്റെ പ്രധാനമന്ത്രിയായിട്ടുള്ള ഷഹബാസ് ഷെരീഫ് അന്തവും കുന്തവും ഇല്ലാതെ ആശുപത്രിയിലാണ് എന്ന് പറഞ്ഞൊരു വാർത്താക്കുറിപ്പും ഇപ്പോൾ പാകിസ്ഥാന്റെ ഭാഗത്തുനിന്ന് പുറത്തു വരുന്നുണ്ട്. രഹസ്യ സ്വഭാവമുള്ള വാർത്താക്കുറിപ്പാണ്, അതുകൊണ്ട് എന്താണ് അസുഖം എന്നൊന്നും നമുക്ക് ബോധിപ്പിക്കാൻ സാധിക്കില്ല. റാവൽപിണ്ടിയിലെ ആശുപത്രിയിലാണ് കിടക്കുന്നത് എന്നാണ് ഇയാൾ പറയുന്നത്. ഈ റാവൽപിണ്ടിയിൽ ഒരു വലിയ മിലിറ്ററി ബേസ് ഉണ്ട് കേട്ടോ പാകിസ്ഥാന്റെ. അപ്പൊ അതൊക്കെ നമുക്ക് കൂട്ടി വായിക്കുമ്പോൾ നമുക്ക് പല കാര്യങ്ങളും വേണമെങ്കിൽ പറയാം. എന്തായാലും അങ്ങനത്തെ റിപ്പോർട്ടുകളൊക്കെ പുറത്തു വരുന്നു. പക്ഷെ ഇപ്പോ ശൂന്യമാണ്, ഒന്നും അറിയില്ല ആർക്കും എന്താണ് നടക്കുന്നത്. കശ്മീർ പൂട്ടി. നമ്മുടെ ഇന്ത്യൻ പട്ടാളക്കാരിലെ ഭൂരിഭാഗം പേരും, എനിക്ക് തോന്നുന്നു 7.5 ലക്ഷത്തോളം പട്ടാളക്കാരാണ് കശ്മീരിലുള്ളതാണെന്നാണ് എനിക്കിപ്പോൾ നിലവിൽ തോന്നുന്നത്. അവരവിടെ ഉണ്ടെന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു. പിന്നെ നമ്മുടെ സ്രോതസ്സുകളിൽ നിന്നൊക്കെ നമുക്ക് വാർത്തകൾ ലഭിക്കുന്നുണ്ട്, കശ്മീരിൽ എന്താണ് നടക്കുന്നത്, ചിത്രമടക്കം ലഭിക്കുന്നുണ്ട്. പക്ഷേ ഒന്നും നമുക്ക് പുറത്തുവിടാനായിട്ട് സാധിക്കില്ല എന്നുള്ളതാണ്. കാരണം ഇന്ന് രാവിലെ 4 മണി മുതൽ ഒരു സുപ്രധാനമായിട്ടുള്ള സംഭവം നമ്മുടെ രാജ്യത്ത് നടക്കുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഇന്ത്യൻ നേവി ഒരു ഭാഗത്ത് മൂവ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. അവരുടെ സോഷ്യൽ മീഡിയ ഹാൻഡിലിൽ അവര് ചിത്രം പങ്കുവച്ചിട്ട് പറയുന്നത് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു എന്നുള്ള രീതിയിൽ തന്നെയാണ് കാര്യങ്ങളൊക്കെ പറയുന്നത്. എന്തായാലും നമുക്ക് കൂടുതലും ഇന്റർനാഷണൽ മാധ്യമങ്ങളെ ആശ്രയിക്കാം. കാരണം ഇന്ത്യയിലെ മാധ്യമങ്ങൾക്ക് ഇത് പറയാനുള്ള ഒരു റൈറ്റ് ഇല്ല, അത് പറയരുത് എന്ന് നമ്മുടെ കേന്ദ്ര സർക്കാർ പറഞ്ഞിട്ടുണ്ട്. അത് ഏറ്റവും വലിയൊരു രസകരമായിട്ടുള്ള ഒരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. കാരണം ഒരു ഭാഗത്ത് നമ്മുടെ രാജ്യം വളരെ വളരെ നോർമലായിട്ട് മുന്നോട്ട് പോവുകയാണ്. ഒരു സൈഡിൽ ഇങ്ങനെ ഒരു അതിഭീകരമായിട്ടുള്ള ഒരു പ്രഹരം ഉണ്ടെങ്കിൽ അത് ഉണ്ടെന്ന് പോലും നമ്മുടെ രാജ്യത്തിലുള്ള ആർക്കും അറിയാനായിട്ട് സാധിക്കുന്നില്ല. ഉണ്ടോ? രാജ്യം മുന്നോട്ട് പോവുകയാണ്. നമ്മളിവിടെ തുടരും സിനിമ ഇറങ്ങി അത് കാണുന്നു, അടിച്ചു പൊളിക്കുന്നു, മോഹൻലാലിന് ജയ് വിളിക്കുന്നു, അതിൻ്റെ ഇടയിൽ കൂടെ വേടനെ അറസ്റ്റ് ചെയ്ത വാർത്തകൾ ഇവിടെ ആഘോഷിക്കുന്നു, അവന് വേണ്ടി വാദിക്കുന്നു. നമ്മുടെ രാജ്യത്ത് വേറൊരു ഭാഗത്ത് ചരിത്രപരമായിട്ടുള്ളൊരു നീക്കം നമ്മുടെ കേന്ദ്ര സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ അത് വളരെ ഭാഗ്യമാണെന്നാണ് എൻ്റെ ഒരു തോന്നൽ. കാരണം ഇത് നമ്മൾ അറിയുന്നില്ലല്ലോ. കാരണം ഒരു രാജ്യത്ത് യുദ്ധം പോലെയോ അല്ലെങ്കിൽ സൈനിക നീക്കം പോലെയോ എന്തെങ്കിലും വേറൊരു രാജ്യവുമായി ചേർന്ന് ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടായി കഴിഞ്ഞാൽ, ഒരു കൺഫ്രൺട്രേഷൻ ഉണ്ടായി കഴിഞ്ഞാൽ അത് നമ്മളെല്ലാവരും അറിയും, നമ്മളൊന്ന് പാനിക്കാവും. ഒരു കാര്യവുമില്ല, ഒന്നും അറിയുന്നില്ല. ഈ തിരിച്ചടി തുടങ്ങിക്കഴിഞ്ഞോ എന്നുള്ളൊരു ചോദ്യം, തുടങ്ങി എന്ന് നമ്മൾ പറയുന്നില്ല, തുടങ്ങിക്കഴിഞ്ഞോ എന്നുള്ളൊരു ചോദ്യമാണ് ഞാൻ ബിജുചേട്ടനോട് ചോദിക്കുന്നത്. എല്ലാവരും അറിയാൻ ആഗ്രഹിക്കുന്ന ഒരു വിവരമാണ്. എന്തായാലും നമുക്കിപ്പം ഒരു ഉത്തരവാദിത്തപ്പെട്ട മാധ്യമ സ്ഥാപനം എന്ന നിലയിൽ നമ്മുടെ സർക്കാർ ഇറക്കിയ ഗൈഡ് ലൈൻസ് നമുക്കത് അംഗീകരിക്കാതിരിക്കാൻ കഴിയില്ല. കാരണം നമ്മൾ സെൻട്രൽ PRD രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഒരു മാധ്യമ സ്ഥാപനം കൂടിയാണ് നമ്മുടേത്. ഏതായാലും നമ്മൾ മാധ്യമങ്ങൾ മാത്രമല്ല, ഈ ആളുകളും പോസ്റ്റ് ഇടുന്നതൊക്കെ വളരെ കരുതലോടെ ഇടുക. കാരണം വേറൊന്നും കൊണ്ടല്ല, ഈ സൈനിക മൂവ്മെന്റുകൾ, പിന്നെ അതുപോലെ എക്സാഗ്രേറ്റ് ചെയ്തിട്ടുള്ള വാർത്തകൾ, അതായത് സൈനിക ഓപ്പറേഷൻ നടക്കാത്തടത്തൊക്കെ നമ്മുടെ സൈനികർ ഇറങ്ങി. ഇപ്പൊ നമുക്ക് പല രാജ്യങ്ങളെയൊക്കെ ആക്രമിക്കണം നമ്മുടെ മനസ്സിലുണ്ടായിരിക്കും. അപ്പൊ അതിന്റെ ഇടയ്ക്ക് ഇതും കൂടെ തിരികെ കയറ്റിക്കൊണ്ട് അവരെ നമ്മൾ അടിച്ചു, ഇവരെ നമ്മൾ അടിച്ചു, അവിടെ കൊണ്ട് പോകുമ്പോൾ അങ്ങനെയുള്ള വാർത്തകളൊന്നും ചെയ്യാതിരിക്കുക കഴിവതും. ഏതായാലും പ്രേക്ഷകർക്ക് പറയാനുള്ള ഒറ്റ കാര്യമേ ഉള്ളൂ, ഒരുപാട് സമയമൊന്നും ഇനി കാത്തിരിക്കേണ്ട. സന്തോഷകരമായ വാർത്തകൾ തന്നെ നമുക്ക് ലഭിക്കും എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അധികം മണിക്കൂറുകളൊന്നും വേണ്ടി വരില്ല. പക്ഷെ നമുക്ക് വൈകുന്നേരത്തോടു കൂടിയൊക്കെ സന്തോഷകരമായ വാർത്തകൾ ലഭിക്കുമെന്നുള്ളതാണ്. പുലർച്ചെ മുതൽ തന്നെ അതിനുള്ള സൂചനകളൊക്കെ പുറത്തു വരുന്നുണ്ട്. പ്രത്യേകിച്ച് അതിന്റെ വിഷ്വൽ അടക്കം വരുന്നുണ്ട്. പക്ഷെ നിർവാഹമില്ല അതിനെക്കുറിച്ച് ഡീറ്റെയിൽസ് പറയാനോ ഇല്ലെങ്കിൽ നൽകാനോ ഒക്കെ. ഏതായാലും ഒരു കാര്യം നമുക്ക് ഇന്ത്യക്കാരെന്ന നിലയിൽ വളരെ അഭിമാനത്തോട് പറയാൻ പറ്റും, സന്തോഷകരമായ കാര്യങ്ങളൊക്കെ തന്നെയാണ് വരുന്നത്, സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, ഇല്ലെങ്കിൽ പുറത്ത് വരാൻ പോകുന്നത് എന്ന് തന്നെ നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയും എന്ന് തന്നെയാണ് നമുക്ക് പറയാൻ കഴിയും. ഒരുപക്ഷെ നമ്മൾ ഒരുപാട് നാളായിട്ട്, പതിറ്റാണ്ടുകളായിട്ട് ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന പല കാര്യങ്ങളുമൊക്കെ സംഭവിക്കാൻ തുടങ്ങിയിരിക്കുന്നു എന്ന് തന്നെ നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയും. പക്ഷെ അത് നമുക്കിപ്പോ ഉറപ്പോടുകൂടി നമുക്കത് നമ്മുടെ നിയമപരമായിട്ടുള്ള പല തടസ്സങ്ങളും നമുക്കതുണ്ട്. നമുക്ക് അതിനകത്ത് ഡീറ്റെയിൽസിലേക്ക് കടക്കാൻ കഴിയില്ല. ഏതായാലും ഡീറ്റെയിൽസിലേക്ക് നമ്മുടെ രാജ്യത്തിന് ഇളവ്, അതായത് മാധ്യമങ്ങൾക്ക് ഇളവ് തന്നാൽ ഇല്ലെങ്കിൽ വന്നാൽ തീർച്ചയായും പ്രേക്ഷകർക്ക് മുമ്പിൽ ആദ്യമായിട്ട് വിഷ്വൽ നൽകാൻ പറ്റുന്നതാണെങ്കിൽ വിഷ്വൽ അടക്കം ഞങ്ങൾ നൽകുമെന്ന്
പ്രേക്ഷകർക്ക് പറയാൻ കൂടി ആഗ്രഹിക്കുന്നുണ്ട്. നമ്മൾ ആദ്യം തന്നെ നമ്മൾ ആ വാർത്ത ബ്രേക്ക് ചെയ്യും. ആ വിഷ്വൽ അടക്കം നമുക്ക് നൽകാൻ കഴിയും എന്ന് പ്രതീക്ഷിക്കുന്നു, ഗൈഡ് ലൈൻസുകൾ അനുവദിക്കുമെങ്കിൽ. ഏതായാലും ഇപ്പൊ തൽക്കാലം ഒന്നും പറയുന്നില്ല. ഏതായാലും എല്ലാ രാജ്യസ്നേഹികളോടും പറയാനുള്ള ഒരു കാര്യം മാത്രമേ ഉള്ളൂ: സന്തോഷത്തോടെ വാർത്തയ്ക്കായി കാത്തിരിക്കുക, സന്തോഷകരമായ വാർത്തയ്ക്കായി കാത്തിരിക്കുക. ഇനി ഒരുപാട് എന്നടിക്കും എന്നടിക്കും എന്നൊക്കെ ചോദിച്ച് ടെൻഷൻ അടിച്ചുകൊണ്ടൊന്നും ഇരിക്കാതെ ഹാപ്പി ആയിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും നല്ല ഒരു കാര്യം. നമ്മുടെ രാജ്യം, ധനുഷ് പറഞ്ഞ വളരെ ശരിയാണ്, പാകിസ്ഥാനിലെ ജനങ്ങളും മന്ത്രിമാരും അവരുടെ ഉദ്യോഗസ്ഥന്മാരൊക്കെ ഭ്രാന്ത് പിടിച്ച് നെട്ടോട്ടം ഓടിക്കൊണ്ടിരിക്കുന്ന ഈ അവസ്ഥയിൽ നമ്മള് സിനിമ കണ്ടും കഥ പറഞ്ഞും നമ്മുടെ പ്രധാനമന്ത്രിയെ ട്രോൾ ചെയ്യും, പ്രതിപക്ഷ അതെ. നേതാവിനെ ട്രോൾ ചെയ്യും ഒക്കെ നമ്മൾ പതിവ് ജീവിതമാണ്. നമുക്ക് ആ ജീവിതത്തിന് അപ്പുറത്തേക്ക് നമുക്ക് ഒന്നുമില്ല. ഇന്നലെ വൈകിട്ട് നമ്മൾ പാകിസ്ഥാനിൽ നിന്ന് ലഭ്യമാകുന്ന മറ്റൊരു വാർത്ത പറഞ്ഞാൽ അവിടെ ഈ ആളുകൾ പോയിട്ട് പെട്രോൾ പമ്പിൽ പോയിട്ട് പെട്രോൾ ക്യാനുകളിൽ നിറച്ച് സൂക്ഷിക്കാൻ തുടങ്ങിയിരിക്കുന്നു. അതുപോലുള്ള സാധനങ്ങൾ, സാധാരണ ഈ പണ്ട് കാലത്തൊക്കെ നമുക്ക് യുദ്ധം ഉണ്ടാകുമ്പോൾ ഈ കരിഞ്ചന്തക്കാരും പൂഴ്ത്തി വെപ്പുകാരും ഒക്കെ അത് വലിയ രീതിയിൽ മുതലെടുക്കുമായിരുന്നു. ഈ യുദ്ധം അവർ ഈ ചരക്കുകൾ, ഈ പലചരക്കടയൊക്കെ ആണെങ്കിൽ അവർ സാധനങ്ങൾ ഒളിപ്പിച്ചു വെക്കും. എന്നിട്ട് ആൾക്കാർ വരുമ്പോൾ 50 രൂപയുടെ പഞ്ചസാരയ്ക്ക് അവർ 100 150 ഒക്കെ ചോദിക്കും. കാരണം നമുക്ക് നിവൃത്തിയില്ല, വാങ്ങിക്കാതിരിക്കാൻ കഴിയില്ല. പ്രത്യേകിച്ച് ഈ കുട്ടികൾക്ക് വേണ്ട പാല്, അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളുണ്ട്. മനുഷ്യനല്ലേ ജീവിക്കണ്ടേ? അപ്പം ഈ 100 രൂപയുടെതൊക്കെ 500-നും ഉം. 600-നും ഒക്കെ വിൽക്കുന്ന ഒരു കാലഘട്ടം നമ്മുടെ രാജ്യത്ത് മുമ്പ് ഉണ്ടായിരുന്നു പണ്ട്. ഇന്ന് അതിന്റെ ആവശ്യമൊന്നുമില്ല. എല്ലായിടത്തും പക്ഷെ സ്റ്റോക്ക് ഉണ്ട്. അങ്ങനെ അങ്ങാണൊക്കെ ആരെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അവരെ കാലാവാരി നിലത്തിടിക്കാനുള്ള ഒരു വലിയ സംവിധാനം തന്നെ ഈ രാജ്യത്തുണ്ട്. അത് നമുക്കറിയാം. ഇപ്പൊ ഉള്ളിയുടെ വില എന്താ ഈ രാജ്യത്ത് കൂടാത്തത്? ഈ ഉള്ളി കാരണം പല സർക്കാരും താഴെപ്പോട്ടുള്ള രാജ്യമാണ്. ഇപ്പൊ എന്താ ഉള്ളി വില കൂടാത്തത്? സുഷമാ സ്വരാജ് തോറ്റിട്ടുണ്ട്, പല സർക്കാരുകളും പോയിട്ടുണ്ട്. അത് കോൺഗ്രസ് സർക്കാർ താഴെപ്പെടുന്നു ഉള്ളിയുടെ വിലയെക്കൊണ്ട്. അപ്പം ഇപ്പൊ ഉള്ളി വില എങ്ങനെ രാജ്യത്ത് കൂടുന്നില്ല? അതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കേന്ദ്ര സർക്കാർ ഒറ്റ പണിയേ ചെയ്തുള്ളൂ. യുവന്മാർ ചെയ്തുകൊണ്ടിരുന്ന പണിയെന്ന് വെച്ചാൽ ഈ ഉള്ളി സ്റ്റോക്ക് ചെയ്യും. ഈ ഉള്ളിക്ക് വലിയ ഗോഡൌണിൽ സ്റ്റോക്ക് ചെയ്യാൻ കഴിയും. ഇപ്പൊ മഹാരാഷ്ട്രയിലും പൂനെയിലും അടക്കമൊക്കെ വലിയ ഗോഡൌണിൽ ഇവർക്ക് സ്റ്റോക്ക് ചെയ്യാൻ കഴിയും. ഇവരെന്ത് ചെയ്യുന്ന വെച്ചാൽ ഈ കൃത്രിമമായി ക്ഷാമം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. സൃഷ്ടിച്ചിട്ട് ഇവര് ഉം. ഇത് കയറ്റുമതിക്കാർക്ക് കൊടുക്കും. കയറ്റുമതി കൂടെ നേട്ടം ഉണ്ടാക്കാൻ മോദി ചെയ്ത ആദ്യത്തെ പണി എന്ന് വെച്ചാൽ ഇവിടുത്തെ കാര്യം കഴിഞ്ഞിട്ട് ഇനി കയറ്റുമതി ചെയ്താൽ മതി എന്ന് പറഞ്ഞു. അപ്പൊ എന്ത് പറ്റും? ഇത് അവിടെ ഉം. ഇരിക്കും സ്റ്റോക്ക്. ഈ ഗോഡൌണിൽ ഇത് വെറുതെ ഇരിക്കത്തില്ല. ഈ ഗോഡൌൺ എന്നൊക്കെ പറഞ്ഞാൽ ലക്ഷക്കണക്കിന് രൂപ റെന്റ് കൊടുത്തിട്ടാണ് പലരും ഈ ഗോഡൌണിൽ, അത് ഒരാളുടെ ചരക്ക് മാത്രമായിരിക്കത്തില്ല, പലരുടെയും ചരക്കുകൾ വെക്കാൻ തുടങ്ങി കഴിഞ്ഞപ്പോഴത്തേനും ഇവർക്ക് ഇത് വിറ്റഴിക്കാൻ നിർവാഹം ഇല്ലാതെ വന്നു. അപ്പോഴാണ് വിറ്റഴിക്കേണ്ടി വന്നത്. അതായത് മുമ്പ് അങ്ങനല്ലായിരുന്നു. പൂഴ്ത്തിവെപ്പുകാരെയും കരിഞ്ചന്തക്കാരെയും കണ്ടെത്തി ശിക്ഷിക്കുന്ന ഒരു നടപടിയാണെങ്കിൽ ഇപ്പൊ ആ പരിപാടിയല്ല. അവന്റെ വഴിയെ നടക്കുകയാണ്. പിന്നെ അവനെന്ത് ചെയ്യും? നിങ്ങൾ ഇത് കയറ്റി വിടണ്ട, ഇന്ത്യയിൽ നിന്ന് ഒരു അറിയിപ്പ് ഉണ്ടാകുന്നവർ നിങ്ങൾ കയറ്റി വിടണ്ടെന്ന് പറഞ്ഞ് ഇവൻ പൂഴ്ത്തി വെച്ചിരിക്കുന്ന സാധനം പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? കുഴിച്ചിടാൻ പറ്റത്തില്ലല്ലോ. അപ്പൊ പുറത്തെടുത്തേ പറ്റൂ, വിറ്റേ പറ്റൂ. ആ അതോടൊപ്പം തന്നെ ഇന്ത്യ മറ്റൊരു കാര്യം കൂടെ ആ സമയത്ത് ചെയ്തിരുന്നു. അതും പ്രധാനമന്ത്രി നരേന്ദ്രമോദി കയറിയതിനു ശേഷമാണ്. ഉള്ളി നമ്മൾ ഇറക്കുമതിയും കൂടെ ചെയ്തു. അതായത് ഈ പൂഴ്ത്തി വെച്ചവന്റെ സ്റ്റോക്ക് ഔട്ടിരിക്കുന്നു, അവനെങ്ങും കയറ്റി വിടാൻ പറ്റുന്നില്ല. അവൻ നാട്ടുകാർക്ക് കൊടുക്കാതിരിക്കാനാണല്ലോ പൂഴ്ത്തി വെച്ചിരിക്കുന്നത്, കൂടുതൽ വിലക്ക് വിൽക്കാൻ. അതെ. അവർ കയറ്റി വിടാനും പറ്റുന്നില്ല. ഇത് കൂടാതെ വലിയ രീതിയിൽ പുറത്തുനിന്ന് ഉള്ളി ഇറക്കുമതി ചെയ്യാൻ കൂടെ വന്നു കഴിഞ്ഞപ്പോഴത്തേനും അവൻ വിൽക്കുന്നതിനേക്കാൾ ലാഭത്തില് ഉള്ളി എല്ലാവർക്കും കിട്ടാൻ തുടങ്ങിയ സാഹചര്യമൊക്കെ വന്നു. അപ്പം ആ ഒരു വകുപ്പൊക്കെ ഇന്ത്യയിൽ അസ്തമിച്ചു കഴിഞ്ഞു. ഇനിയിപ്പോ നരേന്ദ്രമോദി പോയി വേറൊരു ഭരണാധികാരി വന്നാൽ പോലും സിസ്റ്റം ആയി കഴിഞ്ഞു ഇന്ത്യയിൽ എന്താണ് എന്നുള്ളത്. അപ്പൊ ഉം. ഇനി അത് നടക്കില്ല. ഏതായാലും ഒരുപാട് ശുഭകരമായ വാർത്തകൾ തന്നെയാണ് ഇന്നലെ രാത്രി മുതൽ വരുന്നത്. പ്രത്യേകിച്ച് രാത്രി 1:30-ക്ക് അവിടുത്തെ IT മന്ത്രി തന്നെ വന്നിട്ട് ധൃതി പിടിച്ചൊരു പത്രസമ്മേളനമൊക്കെ വിളിക്കുമ്പോൾ ഒക്കെ തന്നെ ഏകദേശം ഒരു ഐഡിയ ഒക്കെ എല്ലാ ജനത്തിനും കിട്ടിക്കാണും എന്താണ് എന്നുള്ള. പാതിരാത്രിക്ക് എന്തുകൊണ്ട് വിളിക്കേണ്ടി വന്നു എന്നൊക്കെ ഉള്ളൊരു ഇതൊക്കെ വന്നിട്ടുണ്ടാകും. ഏതായാലും പാകിസ്ഥാനെ സംബന്ധിച്ച് ഇപ്പൊ അവര് പഴയതുപോലെയല്ല, വളരെ ദുർബലമായ ഒരു അവസ്ഥയിലാണ്. കാരണം ഈ താലിബാന്റെ ഭാഗത്തുനിന്ന്, അത് നമ്മൾ ഇന്ന് രാവിലെ വാർത്ത കൊടുത്തിരുന്നു, താലിബാന്റെ ഭാഗം, താലിബാൻ ഇപ്പൊ അതെന്താണ് അവരെ അതിന്റെ ഡീറ്റെയിൽസ് അറ്റാക്ക് എന്താണ്? ചെയ്യാൻ, അതിന്റെ ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ വസീർസ്ഥാൻ എന്ന് പറയുന്നിട്ട് ഈ പിന്നെ അഫ്ഗാനിസ്ഥാൻ പാകിസ്ഥാൻ ഒരു ബോർഡർ ജില്ലയുണ്ട്. അപ്പൊ അവിടെ കഴിഞ്ഞ ദിവസം, അതായത് എനിക്കൊന്ന് വെള്ളിയാഴ്ച ശനിയാഴ്ച ആയിട്ട് 2 ദിവസം നമ്മളെനിക്കൊന്നും നമ്മളെ വാർത്ത കൊടുത്തിരുന്നില്ലെന്ന് തോന്നുന്നു. ആ ദിവസങ്ങളിൽ ഒരു 54 പേരെ പാകിസ്ഥാൻ സൈന്യം കൊലപ്പെടുത്തിയിരുന്നു. അപ്പൊ പാകിസ്ഥാൻ പറയുന്നത് ഉം. ഈ തെഹ്രിക്കെ താലിബാൻ ഉണ്ട്, പാകിസ്ഥാൻ നിരോധിച്ച സംഘടനയാണ്, ഭീകര സംഘടനയാണ്. ഈ തെഹ്രിക്കെ താലിബാൻ എന്ന് പറഞ്ഞാൽ താലിബാന്റെ പ്രോക്സിയാണ്. അപ്പൊ ഉം. അതിനകത്തുള്ളവര് പാകിസ്ഥാനിലേക്ക് നുഴഞ്ഞു കയറാൻ ശ്രമിച്ചപ്പോൾ ഞങ്ങൾ കൊലപ്പെടുത്തിയെന്നാണ് പറയുന്നത്. പക്ഷെ താലിബാൻ പറയുന്നത് അവരുടെ സൈന്യത്തെ യാതൊരു പ്രകോപനവും ഇല്ലാതെ വെടിവെച്ച് കൊന്നു എന്നാണ് അവർ പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പൊ താലിബാൻ കൂടുതൽ സേനയെ വടക്ക് പടിഞ്ഞാറ്, പാകിസ്ഥാന്റെ വടക്ക് പടിഞ്ഞാറ് മേഖലയിലേക്ക് വിന്യസിച്ചു. അപ്പൊ താലിബാൻ പറയാൻ ഞങ്ങൾ അടിക്കുമെന്നാണ് പറയുന്നത്. കാരണം ഞങ്ങളുടെ സൈന്യത്തെയാണ് നിങ്ങൾ കൊന്നിരിക്കുന്നത് പറയുന്നത്. പക്ഷെ പാകിസ്ഥാൻ പറയുന്നത് സൈന്യമല്ല, ടെററിസ്റ്റ് ആണെന്ന് പറയുന്നത്. ഒപ്പം തന്നെ ഈ ഖൈബർ പക്തൂൺ മേഖലയിലെ ഈ തെഹ്രിക്കെ താലിബാൻ പറയുന്നത് എന്തായാലും ഞങ്ങൾ ഇതിന് പ്രതികാരം ചെയ്തിരിക്കും എന്ന് പറയുന്നത്. അപ്പൊ ആ മേഖല ഏതാണ്ട് പൂർണ്ണമായിട്ട് താലിബാനും തെഹ്രിക്കെ താലിബാനും കൂടെ ഹാൻഡിൽ ചെയ്തോളൂ. അപ്പൊ കഴിഞ്ഞ ദിവസം തന്നെയാണ് ബലൂചിസ്ഥാൻ ഈ സ്വാതന്ത്ര്യ സമരത്തിന്റെ നേതൃത്വം കൊടുക്കുന്ന ഒരു നേതാവ്, അദ്ദേഹം പരസ്യമായിട്ട് തന്നെ, അതിന്റെ വീഡിയോ ക്ലിപ്സ് ഒക്കെ ഉണ്ട്, അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഇതാണ് ഏറ്റവും മികച്ച സമയം, നമുക്ക് സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കാൻ ഏറ്റവും മികച്ച സമയമാണ്.
അധിനിവേശ സേനയ്ക്കെതിരെ അദ്ദേഹം അതിനകത്ത് പറയുന്ന വാക്കുകൾ ഇതാണ്: എല്ലാവരും രംഗത്തിറങ്ങും എന്നാണ്. അതായത് ബലൂചിസ്ഥാനികളായിട്ടുള്ള എല്ലാവരും രംഗത്തിറങ്ങും, ഇവരുടെ കാലഘട്ടം തീർന്നിരിക്കുന്നു, നമ്മുടെ കാലഘട്ടം വരികയാണ്, നമ്മൾ സ്വതന്ത്രരാകാൻ പോവുകയാണെന്ന് പറഞ്ഞ് അവരൊരു വഴിക്ക് നടക്കുന്നു. ഇതിനിടയിൽ തന്നെ വരുന്ന മറ്റൊരു പാർട്ടി ഗിൽജിസ്ഥാനിലും ബാൾട്ടിസ്ഥാനിലും, ഗിൽജിത്തിലും ബാൾട്ടിസ്ഥാനിലും അവിടുത്തെ പ്രദേശവാസികൾ ഒരു പ്രക്ഷോഭം ആരംഭിച്ചിട്ടുണ്ട്. അതിനെക്കുറിച്ച് പാകിസ്ഥാൻ പറയുന്നത് ഇന്ത്യക്കെതിരെയാണ് അവരിപ്പോൾ പ്രക്ഷോഭം തുടങ്ങിയിരിക്കുന്നത്. നമ്മൾ ഈ വെള്ളം തുറന്നു വിട്ടതുമായി ബന്ധപ്പെട്ടിട്ട് ശരിക്കും അവർ വെള്ളം തുറന്നു വിട്ടതിനല്ല പ്രക്ഷോഭം എന്നാണ് മറ്റു ചില മാധ്യമങ്ങൾ പറയുന്നത്. അവർ പറയുന്നത് അവർക്ക് അവിടെ പവർ കട്ടാണ്. അവർക്ക് പവർ കട്ടിനായിരുന്നു അവർ മുമ്പും പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടെന്ന്. പവർ കട്ട്, വിലക്കയറ്റം അവർക്ക് രണ്ടാം കിടപ്പരമായിട്ട് കാണുന്നത്. ഇപ്പൊ അവർ പറയുന്നത് ഞങ്ങൾക്ക് വൈദ്യുതി ഇല്ല, ഞങ്ങൾക്ക് സുരക്ഷയില്ല എന്നൊക്കെയാണ് പറയുന്നത്. അതിനാണ് പാകിസ്ഥാനെതിരെയാണ് അവിടെ പ്രക്ഷോഭം നടക്കുന്നതെന്നാണ്. പക്ഷെ പാക് മീഡിയാസ് പറയുന്നത് അങ്ങനെയല്ല, ഇന്ത്യക്കെതിരെ, ഇന്ത്യ വെള്ളം തുറന്നു വിട്ടതിലുള്ള പ്രതിഷേധമാണ്. ഏതായാലും POKയില് ഈ ബാൾട്ടിസ്ഥാനും ഗിൽജിത്തും ഈ സ്ഥലം ശ്രദ്ധയോടെ നമ്മൾ കേൾക്കേണ്ട ഒരു സ്ഥലമാണ്. കാരണം ചൈനയുടെ ബെൽറ്റ് ആൻഡ് റോഡ് പദ്ധതി കടന്നു പോകുന്ന ഒരു സ്ഥലം കൂടിയാണ്. അവിടെയാണ് ഈ പബ്ലിക്കിന്റെ പ്രക്ഷോഭം തുടങ്ങിയിരിക്കുന്നത്. അപ്പൊ പഞ്ചാബ്, സിന്ധു പ്രവിശ്യയിൽ അവിടുത്തെ വീട്ടമ്മമാരടക്കം പ്രക്ഷോഭത്തിലാണ് നിലവിൽ. കാരണം അവർക്കും വെള്ളത്തിന്റെ ഷോർട്ടേജ് അനുഭവപ്പെട്ട് തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ നാല് പാടും വളഞ്ഞു നിന്നിട്ട് വലിയ പ്രതിസന്ധി നിൽക്കുകയാണ്. ആകെ ഉള്ള സൈന്യത്തിന്റെ സ്ട്രെങ്ത് ഒക്കെ എല്ലാവർക്കും അറിയാവുന്നു. ആ സ്ട്രെങ്ത് വെച്ച് അവർ നമ്മുടെ ഈ ഇന്റർനാഷണൽ മീഡിയാസ് ഒക്കെ പറയുന്നതൊക്കെ ഈ വാർഫ്രണ്ടാണ്. പല വാർഫ്രണ്ട് തുറന്നു കഴിഞ്ഞാൽ ഒരു രാജ്യത്തിന് ജയിക്കാൻ കഴിയില്ല, അല്ലെങ്കിൽ യുദ്ധം ചെയ്യാൻ കഴിയില്ല. അത് പല മുഖത്തും എങ്ങനെ നേരിടാൻ പറ്റും? അതായത് ഒന്നുകിൽ നമ്മൾ ഇതെല്ലാം കൂടെ ഒരു സൈഡിൽ കൊണ്ടുവരണം. നമുക്ക് ഒരു ശത്രുവിനെ കണ്ടാൽ, ഇപ്പൊ ഇന്ത്യയെ സംബന്ധിച്ച് ഇന്ത്യക്ക് ശത്രുക്കൾ അനുമതിയുണ്ട്. പക്ഷെ നമ്മളെ സംബന്ധിച്ച് നമുക്ക് ഒരിടത്തേക്ക് മാത്രം ഫോക്കസ് ചെയ്താൽ മതി, പാകിസ്ഥാനിലേക്ക് മാത്രം ഫോക്കസ് ചെയ്താൽ മതി എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ മറ്റു ഭാഗങ്ങളൊന്ന് സേഫ് ആക്കുന്നുണ്ട്. അതല്ല, ഇത് ഇവരുടെ രാജ്യത്തിനകത്ത് തന്നെ വലിയ യുദ്ധം നടക്കുക. പിന്നെ പോട്ടെ, താലിബാൻ അപ്പുറത്തെ ഒരു സൈഡിൽ നിന്ന് അടിക്കുകയോ ഇടിക്കാതിരിക്കുകയോ ചെയ്യട്ടെ. പക്ഷെ ഈ ബലൂചിസ്ഥാനിലായാലും ഖൈബർ പഖ്തൂൺഖ്വയിലായാലും അവർക്കിടയിൽ തന്നെ വലിയ രീതിയിലുള്ള ആക്രമണം, അത് ചെറിയ ടീമല്ല. ഇപ്പൊ നമ്മുടെ രാജ്യത്തൊക്കെ ഭീകരാക്രമണം ഇപ്പൊ വളരെ കുറഞ്ഞിരിക്കുകയാണ്. വളരെ കുറച്ച് കാഷ്വാലിറ്റികൾ മാത്രമേ നടക്കുന്നുണ്ടെങ്കിൽ, പക്ഷെ അവിടെ അങ്ങനെ സൈനികരെ മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് ഒരു ദിവസം 40, ഇപ്പൊ ധനുഷ് നേരത്തെ പറഞ്ഞിട്ടാണെങ്കിൽ 40 പേര്, അതിന് ആ ട്രെയിനിനകത്ത് ഹൈജാക്ക് ചെയ്തുകൊണ്ട് പോയിട്ട് 200-ലധികം പേരാണ്. അതിന് കണക്ക് പോലും പാകിസ്ഥാൻ പുറത്തു വിട്ടിട്ടില്ല. അപ്പൊ ഇങ്ങനെയുള്ള ഒരു വല്ലാത്ത പ്രതിസന്ധിയിലേക്ക് നീങ്ങുന്നു. ഇന്ത്യ ആണെങ്കിൽ ഓവർ കോൺഫിഡൻസിന്റെ ഒരു രീതി എന്ന് പറയാം. ഇന്ത്യയിലെ നേതാക്കന്മാരാണെങ്കിലും ഒക്കെ തന്നെ വളരെ സന്തോഷകരമായ ഒരു കാര്യം, കഴിഞ്ഞ ദിവസം നരേന്ദ്രമോദിക്ക് എതിരായിട്ട് ഈ കോൺഗ്രസിന്റെ IT സെൽ മേധാവി ഒരു പോസ്റ്റ് ചെയ്തിരുന്നു. ഈ തലയില്ലാത്ത ഒരാളുടെ ചിത്രം പ്രദർശിപ്പിച്ചുകൊണ്ട് മോദി എവിടെയെന്ന് ചോദിച്ചിട്ട് തലയില്ല. അപ്പൊ അതിനെതിരെ ആദ്യം രംഗത്ത് വന്നത് ഫറൂഖ് അബ്ദുള്ള ആയിരുന്നു. ജമ്മു കാശ്മീരിന്റെ നാഷണൽ കോൺഫറൻസ് നേതാവ് ഒമർ അബ്ദുള്ളയുടെ പിതാവ്. അദ്ദേഹമാണ് രംഗത്തെത്തി. അദ്ദേഹം പറഞ്ഞത് മോദി ഡൽഹിയിൽ തന്നെ ഉണ്ട്, നിങ്ങൾ കണ്ണു തുറന്ന് കാണണം എന്ന് പറഞ്ഞു. അതിന് തൊട്ട് പിന്നാലെ മമതാ ബാനർജി എത്തി. മമതാ ബാനർജി പറഞ്ഞു ഈ സമയത്തല്ല ഈ പണി കാണിക്കേണ്ടതെന്ന് പറഞ്ഞു. മായാവതി വലിച്ച് ഒരു പത്രസമ്മേളനം തന്നെ നടത്തിയിട്ടുണ്ട്. അങ്ങനെ എല്ലാവരും വന്ന് പോസ്റ്റ് മാറ്റിയിട്ടുണ്ട്. ഇപ്പൊ കോൺഗ്രസ് പറയുന്നത് ഞങ്ങൾ അറിഞ്ഞിരുന്നില്ല, ഞങ്ങളുടെ നേതൃത്വം അറിഞ്ഞിരുന്നില്ല. ഒരുപക്ഷെ ശരിയായിരിക്കാം, IT സെല്ലിന്റെ ഒക്കെ ഇതെല്ലാം ചിലപ്പോൾ അറിയണമെന്നില്ല. ഏതായാലും അതിന് തൊട്ട് പിന്നെ രാഹുൽ ഗാന്ധിയുടെ ഒരു ട്വീറ്റ് വളരെ ഭംഗിയായിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് എത്രയും പെട്ടെന്ന് പാർലമെന്റ് ഒരു ദിവസത്തേക്ക് വിളിച്ചു കൂട്ടണം, ഞങ്ങളുടെ രാജ്യസ്നേഹം ജനങ്ങൾ അറിയട്ടെ, നമ്മൾ ഒറ്റക്കെട്ടാണെന്ന് ഈ ലോകം അറിയട്ടെ, നമുക്ക് ഒറ്റക്കെട്ടായിട്ട് ആ പാർലമെന്റിൽ നിന്ന് കെട്ടിപ്പിടിച്ചുകൊണ്ട് ഐക്യദാർഢ്യത്തോടെ പറയാമെന്നൊക്കെയാണ് പറയുന്നത്. മറ്റൊന്നും കൊണ്ടല്ല സംഭവം. അപ്പൊ ഇതൊരു രാഷ്ട്രീയ നേട്ടത്തിന് രാഷ്ട്രീയ പാർട്ടികൾ ഉപയോഗിക്കുക സ്വാഭാവികം മാത്രമാണ്. ഏതായാലും കേന്ദ്രം പറഞ്ഞിരിക്കുന്നത് അത് പരിഗണിക്കാം എന്നിവിടെ പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെയാണ് ഇപ്പൊ നമ്മൾ നടക്കുന്നത്. പിന്നെ മന്ത്രിസഭാ യോഗം കൂടിയിട്ടുണ്ട്. നമ്മൾ ഇതിനു മുമ്പ് ഒരു മന്ത്രിസഭാ യോഗം ഇതേപോലെ ഈ ഒരു യുദ്ധത്തിന്റെ അടിസ്ഥാനത്തിൽ, ഒരു സംഘർഷത്തിന്റെ അടിസ്ഥാനത്തിൽ കൂടിയത് നമ്മൾ കണ്ടിരിക്കുന്നത് നമ്മുടെ കാർഗിൽ യുദ്ധ സമയത്തായിരുന്നു. കാർഗിലിൽ നമ്മുടെ ഇന്ത്യൻ സൈന്യം വലിയ ആക്രമണം നടത്തുന്നതിന് തൊട്ടു മുമ്പായിരുന്നു മന്ത്രിസഭാ യോഗം കൂടിയിരുന്നത്. ആ യോഗത്തിൽ മന്ത്രിസഭാ അംഗങ്ങളെല്ലാം തന്നെ പിന്തുണ സൈന്യത്തിന് നൽകുകയായിരുന്നു, അല്ലെങ്കിൽ അവരുടെ അനുമതി നൽകുകയായിരുന്നു. സ്വാഭാവികമായിട്ടും പാർലമെന്റ് സുപ്രധാനമായിട്ടുള്ള റിപ്പോർട്ട് പുറത്തു വരുന്നത് ഈ ഭീകരവാദികൾ നമ്മുടെ ഈ പഹൽഗാമിൽ ഭീകരാക്രമണം നടത്തിയ ആ ഭീകരവാദികളെ സൈന്യം വളഞ്ഞിട്ടുണ്ട് എന്നാണ്. ഇപ്പൊ കേന്ദ്രം പറഞ്ഞിരിക്കുന്നത് അവരെ ജീവനോടെ പിടിക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അവരെ ജീവനോടെ പിടിച്ചാൽ, പക്ഷെ ജീവനോടെ പിടിക്കാൻ സാധ്യമാണോ അവരെ? അതാണ് എന്റെ ചോദ്യം. നമുക്ക് എത്രത്തോളം ഇതുണ്ട്, ചാൻസ് ഉണ്ട് അവരെ നമുക്ക് ജീവനോടെ പിടിക്കാനായി? അത് അസാധ്യമായ കാര്യമാണ്. അതെനിക്ക് തോന്നുന്നു നമ്മളെ റിപ്പോർട്ടൊക്കെ ചെയ്യുമ്പോൾ മാധ്യമങ്ങളുടെ തലയിൽ വെച്ച് ആവശ്യമായിരിക്കും. സാധ്യത സ്വാഭാവികമായിട്ട് എല്ലാ ടെററിസ്റ്റുകളെയും ജീവനോട് പിടിക്കാൻ തന്നെയാണ് എല്ലാ സർക്കാരുകളും ആവശ്യപ്പെടുന്നത്. ആരെയും കൊന്നിട്ട് പിടിക്കാൻ പറയുന്നില്ല, എല്ലാവരും ജീവനോട് പിടിക്കണം. കാരണം ജീവനോട് പിടിച്ചാൽ മാത്രമേ ഇവിടെ നിന്ന് കൂടുതൽ ഡീറ്റെയിൽസ് കിട്ടൂ. ഇപ്പൊ ഈ വളഞ്ഞിട്ടുള്ള ഓപ്പറേഷൻ നടക്കുന്നത്, ഈ സംഭവം നടന്ന പഹൽഗാമിന് 50 കിലോമീറ്റർ അകലെ ഒരു വനത്തിലാണ്. അവിടെ നിബിഡമായ ഒരു വനമാണ്. അപ്പൊ അവിടെ രാവിലെ മുതൽ തന്നെ സെർച്ചിങ് നടത്തുന്നുണ്ട്. അത് പിന്നെ CRPF
കമാൻഡോ യൂണിറ്റ് ഉണ്ട്, ജമ്മു കാശ്മീർ പോലീസ് ഉണ്ടെന്നൊക്കെ. പക്ഷെ അവിടെ ഇപ്പൊ മാധ്യമങ്ങളെ ഒന്നും കടത്തി വിടുന്നില്ല. പക്ഷെ ഒരു ഇതെന്ന് പറഞ്ഞാൽ ഈ മാധ്യമങ്ങൾ അതിന്റെ ഒരു 100 ഇതുകൊണ്ട് ഇവരുടെ ഓപ്പറേഷൻ തുടങ്ങുന്നതിന്റെ 100 മീറ്റർ ഇപ്പുറത്ത് വെച്ചിട്ടാണ് ബ്ലോക്ക് ചെയ്തിരിക്കുന്നത്. അപ്പൊ 100 മീറ്റർ വരെ പോകാനുള്ള അനുമതി മാധ്യമങ്ങൾ കൊടുക്കില്ല. എനിക്ക് തോന്നുന്നത് വളരെ ലോകത്ത് വളരെ അപൂർവം ചില രാജ്യങ്ങൾ മാത്രമേ അത്രയും ഗഡ്സിലോടെ കൂടി മാധ്യമങ്ങളെ അനുവദിക്കാറുള്ളൂ. സാധാരണഗതിയിൽ ബോർഡറിൽ തന്നെ ബ്ലോക്ക് ചെയ്യാറുണ്ട്. ഇത് ബോർഡറിൽ ബ്ലോക്ക് ചെയ്തിട്ടില്ല. പകരം 100 മീറ്റർ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു വലിയ ദൂരമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. 100 മീറ്റർ അങ്ങനെയാണ് നമ്മുടെ മലയാളം മീഡിയാസ് ഒക്കെ രാവിലെ റിപ്പോർട്ട് ചെയ്യുന്നത് കണ്ടത്. അങ്ങനെയാണെങ്കിൽ അത് മികച്ചൊരു കാര്യം തന്നെയാണ്. അതായത് നമ്മുടെ രാജ്യത്തിന്റെ ഒരു കോൺഫിഡൻസ് ആണ്, അല്ലെങ്കിൽ നമ്മുടെ സേനയുടെ ഒരു ധൈര്യമാണ് അവിടെ പ്രകടമാകുന്നത്. കാരണം ഈ മാധ്യമപ്രവർത്തകരെയൊക്കെ അതിന് അടുത്ത് വരെ എത്താൻ അനുവദിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അത് അപാരമായ ഗട്സ് ഉണ്ടെങ്കിൽ മാത്രമേ അവരെ ആർക്കൊക്കെ, കാരണം ഇവരുടെ ജീവനൊക്കെ നമുക്ക് എങ്ങനെ സുരക്ഷിതം കൊടുക്കാൻ പറ്റും ഈ മാധ്യമപ്രവർത്തകരുടെയൊക്കെ. ഇവര് ഈ പോയിട്ട് അപ്പൊ എന്നാലും അപ്പൊ അത്ര കോൺഫിഡൻസോടെ വന്ന് നിന്നോ, പക്ഷെ റിപ്പോർട്ട് ചെയ്യരുത് എന്നാണ് അവർക്ക് പറഞ്ഞിരിക്കുന്നത്. ഏതായാലും വാർത്തകൾ നല്ല നല്ല വാർത്തകളും നല്ല നല്ല സോഴ്സിൽ നിന്ന് വരുന്ന വാർത്തകളെല്ലാം തന്നെ നമുക്ക് സന്തോഷം പകരുന്ന വാർത്തകളാണ്. പക്ഷെ നിർഭാഗ്യവശാൽ നമുക്ക് ഇതൊന്നും പ്രേക്ഷകരുമായിട്ട് പറയാനോ എടുക്കാനോ ഒന്നും കഴിയാത്ത ഒരു വീർപ്പുമുട്ടലൂടെ നമ്മൾ അനുഭവിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യവും. പക്ഷെ ഏതായാലും അധികം നേരം ഒന്നും പിടിച്ചു നിൽക്കാൻ കഴിയില്ല. കാരണം റിപ്പോർട്ടിങ് സ്വാഭാവികമായിട്ട് വരും. ഒരു ഇളവ് വന്നു കഴിഞ്ഞാൽ ഇപ്പൊ ഈ വാർത്തകൾ ഇപ്പൊ എനിക്ക് തോന്നുന്നു ഇന്റർനാഷണൽ മീഡിയാസ്, ധനുഷ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇന്റർനാഷണൽ മീഡിയാസ് ആയിരിക്കണം ഇത് ആദ്യം ബ്രേക്ക് ചെയ്യാൻ സാധ്യത. അതെ അതെ, കാരണം നമുക്കത് ബ്രേക്ക് ചെയ്യാനുള്ളതും നമുക്കത് കൊടുക്കാനുള്ള പ്രൊവിഷനും ഇല്ല. കാരണം കേന്ദ്ര സർക്കാർ പറഞ്ഞിട്ടുണ്ട് അത് ചെയ്യരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് ചെയ്യരുതെന്ന് പറഞ്ഞതിനുള്ള പ്രധാനപ്പെട്ട കാര്യം ബർഖാദത്ത് കളിക്കാൻ നിൽക്കില്ലെന്നാണ് കേന്ദ്ര സർക്കാർ ഉദ്ദേശിച്ചതിന്റെ പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് അത് ചെയ്യരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ വേണമെങ്കിൽ ഇന്റർനാഷണൽ മാധ്യമങ്ങളായിരിക്കും ഈ സംഭവം കിട്ടുന്ന മുറയ്ക്ക് അപ്പപ്പം തന്നെ ചൂടോടുകൂടി കൊടുക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇപ്പോൾ റഷ്യയുടെ സ്പുട്നിക് ആയാലും പിന്നെ പാകിസ്ഥാന്റെ വെർഷൻ അറിയണമെങ്കിൽ നമ്മൾ BBC എടുത്ത് നോക്കിയാൽ മതി. അതിനകത്ത് ഡോണിനെക്കാട്ടിലും ഭംഗിയായിട്ട് പാകിസ്ഥാന്റെ വെർഷൻ BBC അവർ പറയും. പിന്നെ ന്യൂയോർക്ക് ടൈംസ് ആയിരുന്നാലും ഇന്ത്യ വിരുദ്ധത നിങ്ങളൊരു സുഡാപ്പി ആണെങ്കിൽ ന്യൂയോർക്ക് ടൈംസ് എടുത്ത് നിങ്ങൾക്ക് വായിച്ചാൽ നിങ്ങൾക്ക് നല്ലപോലെ ഇന്ത്യ വിരുദ്ധത അറിയാൻ പറ്റും. അപ്പൊ കേരളത്തിലെ മാധ്യമങ്ങൾക്കും ഇന്ത്യയിലെ മാധ്യമങ്ങൾക്കും ഇത് റിപ്പോർട്ട് ചെയ്യാനുള്ള ഇതില്ല. എങ്കിലും നല്ല എന്ന് പറഞ്ഞാൽ നമുക്ക് പറയാനും പറ്റില്ല റിപ്പോർട്ടുകൾ വരുന്നത്. കാരണം പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു ശരിയല്ല. കാരണം നമ്മുടെ രാജ്യം ഇത്രയും ഗംഭീരമായിട്ടുള്ള ഒരു സാഹചര്യം നേരിടുമ്പോൾ, അല്ലെങ്കിൽ ഇത്രയും ക്രൂഷ്യൽ ആയിട്ടുള്ള സിറ്റുവേഷൻ നിൽക്കുമ്പോൾ നമ്മൾ അത് പുറത്ത് നമുക്കിപ്പോൾ പറയാൻ പറ്റുന്ന കാര്യം പാകിസ്ഥാൻ അതിർത്തിയിൽ അവര് ഇപ്പൊ ഔദ്യോഗികമായിട്ട് പുറത്തു വന്ന വാർത്തകളാണ്. അതിർത്തിയിൽ അവര് വലിയ സൈനിക വിന്യാസം നടത്തുന്നു. അവർ സകല സൈനികരെയും അതിർത്തിയിലോട്ട് വിന്യസിച്ചിട്ടുണ്ടെന്ന റിപ്പോർട്ട് വരുന്നു. വേറൊരു ഭാഗത്ത് മൗറീഷ്യസിന്റെ പിന്തുണയോടുകൂടി ഇന്ത്യയുടെ ഒരു ഫ്ലീറ്റ് അവിടെ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. INS വിക്രാന്ത് അവിടെ ഉണ്ട്. കറാച്ചി ലക്ഷ്യമാക്കി അവിടെ വളഞ്ഞു നിൽക്കുകയാണ് എന്നുള്ളതാണ്. പിന്നെ ഇന്ത്യൻ വ്യോമസേന തയ്യാറായി നിൽപ്പുണ്ട് എന്നുള്ള ഇതാണ്. ഇത് മൂന്നും കൂടെ ചേർത്ത് വായിക്കുമ്പോൾ നമുക്ക് പറയാൻ പറ്റുന്ന ഒരു അസംഷൻ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഇന്ത്യ ഒരു 3 വാർ ഫ്രണ്ട് തുറന്നേക്കും എന്നുള്ളത് മാത്രമാണ്. 3 ഭാഗത്തു നിന്ന് കരയിൽ നിന്നും വ്യോമസേനയും നാവികസേനയും 3 ഭാഗത്തു നിന്നും ഒരു അടി ഉണ്ടാകാനുള്ള ഒരു സാധ്യതയുണ്ട് എന്ന് വേണമെങ്കിൽ നമുക്കൊരു അസംഷൻ വെച്ച് പറയാവുന്നുള്ളൊരു സംഭവം മാത്രമാണ്. പിന്നെ പാകിസ്ഥാൻ ഇന്ത്യയെ ഭയന്ന് ഇന്നലെ രാത്രി തന്നെ അവിടെ ഒരു ഹാമർ സ്ട്രൈക്ക് അഭ്യാസം എന്ന് പറഞ്ഞൊരു സാധനം അവിടെ തുടങ്ങിയിട്ടുണ്ട് എന്നുള്ള റിപ്പോർട്ടുകളും ഇപ്പോൾ പുറത്തു വരുന്നു. ഒരു ഭാഗത്ത് അഫ്ഗാനിസ്ഥാൻ തയ്യാറായി നിൽക്കുന്നു, മറുഭാഗത്ത് BLA ആർമിയുടെ അടികൊണ്ട് ജാകാതിരിക്കാനായിട്ട് സകല പാകിസ്ഥാനി പട്ടാളക്കാരെ അവർ പിൻവലിച്ചിട്ടുണ്ട്. ഇത്രയും മാത്രമാണ് ഇപ്പോഴത്തെ ചിത്രം എന്ന് പറയുന്നത്. ബാക്കി ഇനിയിപ്പോ എപ്പോഴാണ് ഇത് വരുന്ന മുറ, അത് വരുന്ന മുറയ്ക്ക് നമുക്ക് കൊടുക്കുക എന്നുള്ളത് മാത്രമേ നിർവാഹമുള്ളൂ. താങ്ക് യു, വിജയ്.